ഹായ് ചെല്ലക്കിളീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പോൾ വേണേലും പൊട്ടാം. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നമ്മളിപ്പോ കണ്ടിട്ട് ഒത്തിരി നാളായി, ഒത്തിരി അല്ല കുറച്ചധികം നാളായി. കാരണം നമ്മളിപ്പോ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലല്ലോ. ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടിപ്പോ ഒത്തിരി നാളായി. നമുക്കറിയാം കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ഇപ്പൊ വീഡിയോ ഒന്നും ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ സമയം ഇല്ല, അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. സമയം ഒട്ടും കിട്ടുന്നില്ല. എങ്കിലും ആ പരാതികൾക്കെല്ലാം ഒരു കുറച്ചു നേരത്തെങ്കിലും ആ പരാതി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, ഇത് വീഡിയോ ചെയ്യാൻ ഒരു റീസൺ ഉണ്ട്, ഞാൻ പറയാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ, കണ്ടില്ലേ, ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ തന്നെ പറയാം കേട്ടോ, വേറെ ഒന്നുമില്ല, ഞാൻ തന്നെ പറയണമല്ലോ. ഞാന് മാല ഇട്ടിട്ടില്ല. നമ്മളിപ്പോ ഓണമൊക്കെ അല്ലേ, ഇതാ മാല ഇട്ടിട്ടില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പം നമുക്കിനി ഓണം വരുവാണ്. നാളെ മറ്റന്നാൾ ഇനിയിപ്പോ ചിങ്ങം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇനി നിറയെ ഫംഗ്ഷൻസും കാര്യങ്ങളാണ്, മാരേജസ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മാല മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പൊ ആ മാല മേടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ഫസ്റ്റ് ഓൺലൈനാണ് നോക്കിയത്. എന്റെ ഇങ്ങനെ മാല മേടിക്കുന്ന കാര്യം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ആദ്യം വന്നത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് മാലയാണ്, ഇൻവിസിബിൾ ചെയിനില്ലേ. അപ്പം അതാണ് എനിക്ക് ഫസ്റ്റ് മനസ്സിൽ വന്നത്. പക്ഷെ എനിക്ക് നമ്മുടെ ലോട്ടസ് മാലയുണ്ട്, പക്ഷെ എനിക്ക് അതല്ല. എനിക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് അങ്ങനത്തെ ഒരു മാലയാണ് കേട്ടോ ഞാൻ നോക്കിയത്. പക്ഷെ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അറിയില്ല, ഏകദേശം ഒരാഴ്ച എടുക്കും. അപ്പൊ നമ്മൾ 2 ദിവസം വെച്ചിട്ട് എനിക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് മാരേജ് ഫംഗ്ഷൻ എനിക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അതിന് വേണ്ടിയിട്ടായിരുന്നു മാല നോക്കിയത്. അപ്പൊ നമ്മൾ ഓൺലൈനിൽ നമുക്കറിയാം, ഒരു ഈ ഇൻവിസിബിൾ ചെയിന്റെ ഒക്കെ ഒരു റേറ്റ് നമുക്ക് ഏകദേശം ഒരു കൺവീനിയന്റ് ആണ്. ഒരു 200 സംതിങ്ങിനൊക്കെ അകത്തേ വരത്തുള്ളൂ. അഫോർഡബിൾ ആണ്. പല റേറ്റും പല രീതിക്കായിരിക്കും വരുന്നത്. പക്ഷെ നമ്മളൊരു ഇവിടെ നമ്മൾ അടുത്തുള്ള ഷോപ്പിലൊക്കെ നോക്കുമ്പോഴത്തേക്കും 200 മേളിലായിരിക്കും. എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയായിരിക്കും, കുറച്ച് കൂടുതലാണ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ ഒരു മാല മേടിക്കാൻ പോയി, ഞാൻ 4 മാലയാണ് കേട്ടോ മേടിച്ചത്. അതാണ് എന്റെ വാസ്തവം. അത്രയും എനിക്ക് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ചേട്ടാ അത് മേടിച്ചത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഒരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞു മുത്തൊക്കെ നല്ല നല്ല രസമാണ്. എന്റെ കളർ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടില്ലേ, ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് പോലെയൊക്കെ വരുന്ന ഒരു ഇതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതിൽ ആദ്യം എടുത്തത് ഇതായിരുന്നു. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല സിമ്പിൾ ആണ്. നമുക്ക് സാരിയുടെ ഒക്കെ ഇട്ട് നന്നായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമില്ല കാണാൻ. ഇതിന്റെ എമൗണ്ട് വന്നിട്ട് 160 ആട്ടോ റേഞ്ച്. എനിക്ക് പക്ഷെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് ഓൺലൈനിൽ നോക്കി, എനിക്ക് കുഴപ്പമില്ല. ഇത് ഞാൻ കണ്ടത് മാല 180 ആയിരുന്നു കേട്ടോ. ഞാൻ മീഷോയിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് 180 ആണ് കണ്ടത്. നല്ലൊരു മാലയാണ്, നല്ല ഭംഗിയായിട്ടോ കാണാൻ. കണ്ടില്ലേ, ഇതിന്റെ തന്നെ വേറൊരു ഷെയ്ഡിങ് കൂടെ എടുത്തായിരുന്നു. ഇത് വന്നിട്ട് ലൈറ്റ് ലാവൻഡർ അല്ലേ ഞാൻ പറഞ്ഞത്. ഇതിന്റെ തന്നെ ഒരു വൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടതാട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊന്ന് ഭയങ്കര നോക്കി, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ, എങ്ങനെയുണ്ട്? എന്നിട്ട് അതിന്റെ വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതും 160 ആയിട്ട് എന്റെ റേഞ്ച് വരുന്നത്. നല്ല രസമുണ്ട്. പക്ഷെ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഞാൻ കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനു വേണ്ടിയിട്ടല്ല ഞാൻ പോയത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇത് എടുത്തത്. നല്ല രസമുണ്ട്, കണ്ടോ. അപ്പം അടുത്തത് വന്നിട്ട് കുറച്ചുകൂടി ഒരു ഹെവി എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി അല്ല, ഭയങ്കര ഹെവി ലുക്കും അല്ല, പക്ഷെ എങ്കിലും സിമ്പിളും ആണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ആട്ടോ. ഞാൻ ഒരു കസവ് സെറ്റ് സാരിയുടെ ഇനിയിപ്പോ ഓണമൊക്കെ വരുമല്ലേ, അപ്പം അതിനും കൂടെ വേണ്ടിയിട്ട് മേടിച്ചതാ കേട്ടോ. അത്രയും നല്ല വേറൊരു ടൈപ്പ്. കണ്ടോ, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ഇതിൽ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, എന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു ബീഡ്സ് ആണ് കേട്ടോ എല്ലാത്തിലും വരുന്നത്. കണ്ടില്ലേ, കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് വന്നിട്ട് ഇതിലിങ്ങനെ അഞ്ചെണ്ണം ഉണ്ട്. കണ്ടില്ല, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് സാരിയുടെ ഒക്കെ നന്നായിട്ട്, നമുക്ക് ഓണം ഫംഗ്ഷൻ ഒക്കെ വരുമല്ലേ, അപ്പൊ ആ സമയത്തൊക്കെ സാരിയുടെ വേറെ നന്നായിരിക്കും. കണ്ടില്ലേ, സാരി ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടോ, അടിപൊളി. കണ്ടോ,
ഇതാണ് ഞാൻ മൂന്നാമത് മേടിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെയിൻ ഉണ്ടെന്ന്. അതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ അങ്ങനെ മാലകൾ അങ്ങനെ മേടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല, എങ്കിലും ഞാൻ ഇതിങ്ങനെ മനസ്സിൽ വിചാരിച്ച ഒരു ടൈപ്പ് മാലയാണ് കേട്ടോ. ഞാൻ കാശ് മാലയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനത്തതും അല്ല. പക്ഷെ അങ്ങനത്തെ ഒരു ലുക്ക് ഉള്ള ഒരു മാലയാണ്. നമ്മളെ ദേവിയുടെ ഒക്കെ ഒരു രൂപം വരുന്ന ഒരു മാലയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇതാണ്, കണ്ടോ? കണ്ടില്ലേ? നല്ല രസമാണ്. എനിക്കതിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കതിൽ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. നല്ല ഭംഗിയായിട്ട്, നല്ല എന്താ പറയാ, നമുക്ക് നല്ല സാരിയുടെ നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ടോ. ഇത് കണ്ടോ? ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന് അത്യാവശ്യം മാച്ചാവുന്നത് ഇതാന്ന് തോന്നുന്നു കുറച്ചുകൂടി. കണ്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ? നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. കണ്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാല കാണിക്കാൻ വന്നിട്ട് ഇപ്പൊ കണ്ടോ? അത് കാണാം, ഇപ്പൊ കാണാം അല്ലേ? കണ്ടോ? അടിപൊളിയല്ലേ? നല്ലായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഓണത്തിനൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ചെയിനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഷോപ്സിലൊക്കെ നന്നായിട്ട് അവൈലബിൾ ആട്ടോ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ റേറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും നന്നായിട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത്രയും മാലയാട്ടോ ഞാൻ മേടിച്ചത്. അപ്പൊ എനിക്ക് മാലയെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കിതിൽ ഏത് മാലയാ ചേർന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പം ടാറ്റാ, ബൈ.